ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റാർഡ് സേമിയയാണ്, അല്ലെങ്കിൽ സേമിയ കസ്റ്റാർഡ് എന്നും പറയാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് സേമിയ എടുത്ത് ഫ്രൈ പാനിലിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറിലിട്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ പാനിൽ കുറച്ച് പാലെടുത്ത് തിളപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 കപ്പ് പാലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര പാൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ 3 കപ്പ് പാലെന്ന് ഉദ്ദേശിച്ചത് 2 കപ്പ് പാലും 1 കപ്പ് പച്ചവെള്ളമാണ്. പച്ചവെള്ളം വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോളൂ. എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അതല്ലേ എല്ലാം എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാല് നന്നായി തിളയ്ക്കും. അപ്പോൾ നമുക്ക് പാലിലേക്ക് ഇടാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, ആകെ 5-6 അപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി അമ്മ അതെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം അത് പാലിലേക്ക് ഇടുക. പിന്നെ ഒരു പാക്കറ്റ് 10 രൂപയുടെ അമൂലിൻ്റെ പാൽപ്പൊടിയുണ്ട്, അതും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ടാവാനും ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. ഞാനിവിടെ 2-3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഷുഗർ കട്ടായതുകൊണ്ടാണ് ഞങ്ങൾ 3 സ്പൂണിൽ ഒതുക്കിയത്. അത് കഴിഞ്ഞിട്ട് നന്നായി ഇങ്ങനെ കുറുകണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കാണ്ട് നിൽക്കരുത്, ഇങ്ങനെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സേമിയല്ലേ നേരത്തെ മാറ്റി വെച്ചത്, അതും കൂടി അതിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് മെയിൻ സാധനം ഇട്ടിട്ടില്ല, അതാണ് കസ്റ്റാർഡ് പൗഡർ. അതൊരു പെട്ടിയിലങ്ങോട്ട് വാങ്ങാൻ കിട്ടും. ഞാൻ ഈ പെട്ടിയാണ് വാങ്ങിക്കണം. അത് എന്നിട്ട് ഒരു പാത്രത്തിലിടുക. എന്നിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ച് അതും നന്നായിട്ട് അങ്ങോട്ട് കലക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വേണം. ഇവിടെ ആകെ കൂടി മാതളനാരങ്ങ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ പൊളിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ശേഷം നേരത്തെ അണ്ടിപ്പരിപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ അതൊന്ന് ചൂടാവണ വരെ അവിടെ തന്നെ വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് എന്തായിരുന്നു സാധനത്തിൻ്റെ പേര്, പിന്നെ കസ്കസ് ഇടണം. അത് തപ്പിപ്പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീട്ടിൽ കസ്കസും കടുകും ഒരേ പാത്രത്തിലാണ് ഇരിക്കണേന്ന്. അതിന് ശേഷം അത് മൊത്തം 2 ആക്കാൻ വേണ്ടി 2 മണിക്കൂറിന് മേലെ എടുത്തു. എന്നിട്ടാണ് ആ കസ്കസ് ഞങ്ങൾ മാറ്റിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കസ്കസും കൂടി ഇതിൽ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഞങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസ് കൊടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചിട്ട് എല്ലാവരും ഇരുന്ന് തിന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റി ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ബൈ ഗൈസ്.